കിഴക്കമ്പലത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ 2020 അവിടെ ചില പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. ഇപ്പോൾ അവിടെ സാബു എം ജേക്കബിന് നേരത്തെ അവിടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് അവിടെ സാബു എം ജേക്കബ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് തടയാൻ ഒരു ശ്രമമൊക്കെ നടന്നു. ഇപ്പോഴവിടെ കൂടുതൽ പോലീസ് എത്തിയിട്ടുണ്ട്. നേരിയ സംഘർഷം അവിടെ ഉണ്ടായിരുന്നു. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ആൻമരിയ സണ്ണി വിവരങ്ങൾ നൽകും. ആൻമരിയ, എന്തായിരുന്നു അവിടുത്തെ പ്രതിഷേധത്തിന് കാരണം? ഈ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സാബു എം ജേക്കബിനോട് മാധ്യമങ്ങൾ പ്രതികരണം തേടാൻ ശ്രമിച്ചപ്പോൾ അവിടെ മറ്റു പാർട്ടികൾ ഇടപെടുകയും ഒക്കെ ചെയ്തു. എന്തായിരുന്നു സംഭവിച്ചത്? വിജയകുമാർ, കിഴക്കമ്പലം സെന്റ് മേരീസ് ബൂത്തിലാണ് സംഭവം നടക്കുന്നത്. വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം സാബു എം ജേക്കബ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനായിട്ട് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം പുറത്തേക്ക് വന്ന് മാധ്യമങ്ങളോട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോഴായിരുന്നു LDF UDF പ്രവർത്തകർ സാബു എം ജേക്കബിനെ അവിടെ നിന്ന് തടയുന്നതും സാബു എം ജേക്കബിനെതിരെ പ്രതിഷേധവുമായിട്ടൊക്കെ രംഗത്തേക്ക് വരുന്നത്. ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ഈ കിഴക്കമ്പലത്ത് കുന്നത്ത് നാടിൽ നടക്കുന്നത്. ഇവിടെ നടക്കുന്നത് തനി ഗുണ്ടായുസമാണ്, ജനാധിപത്യമല്ല. അതായത് മനുഷ്യർക്ക്, ചില ആളുകൾക്ക് ചില സ്വാതന്ത്ര്യം, ചില ആളുകൾക്ക് ഒരു സ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണ്. കുന്നത്ത് നാടിനെ സംബന്ധിച്ച് 2020 നിന്ന് മത്സരിക്കുന്ന എല്ലാ സ്ഥലത്തും ഇടതും വലതും ചേർന്ന് ഈ നാടിനെ, ഈ രാജ്യത്തെ കൊള്ളയടിക്കുന്ന, ഇവിടുത്തെ പാവപ്പെട്ടവൻ്റെ അധ്വാനത്തിൻ്റെ ഫലം തിന്ന് ജീവിക്കുന്ന ഏതാണ്ട് 25 പാർട്ടികൾ ചേർന്നാണ് 2020 ഏറ്റുമുട്ടുന്നത്. ഇന്ന് ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഈ ഓരോ പോളിംഗ് ബൂത്തുകളിലും ഉണ്ടായിരിക്കുന്ന പോളിംഗ് ശതമാനം നോക്കിയാൽ അറിയാം ജനങ്ങൾ എത്രത്തോളം ആണ് ഈ പ്രസ്ഥാനത്തെ സപ്പോർട്ട് ചെയ്ത് വോട്ടിന് വന്നിരിക്കുന്നത്. പല ബൂത്തുകളിലും ഏതാണ്ട് 90%, 95%, 98% വോട്ടിങ്ങാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവർ കഴിഞ്ഞ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ഇവിടെ ഒരു അരാജകത്വം അഴിച്ചുവിട്ടിരിക്കുകയായിരുന്നു. സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്നത് തുടങ്ങി, അവരെ പിൻവലിപ്പിക്കുന്നത് തുടങ്ങി, ഒരുപാട് ആളുകളെ പല സ്ഥലത്തും ആക്രമിച്ച് അതിൻ്റെ ഒരു അവസാനത്തെ സംഗതിയാണ്. ഒരു പാർട്ടിയുടെ അധ്യക്ഷൻ പോലും വോട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ബൂത്തിലേക്ക് വരുമ്പോൾ അവരെ തടഞ്ഞു നിർത്തി, അവരെ അസഭ്യം പറഞ്ഞ് അവരെ തടയുന്ന ഈ പ്രവണത. അപ്പോൾ സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അതാണ് ഇപ്പോൾ കണ്ടത് നമ്മൾ. അല്ല, അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണത്. അന്തിമമായിട്ട് ജനങ്ങൾ എന്ത് വിധി എഴുതിയാലും അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്ന. കിഴക്കമ്പലത്തു നിന്നുള്ള വിവരങ്ങളാണ്, ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അവിടെ സാബു എം ജേക്കബ് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കാൻ ശ്രമിച്ചു. അത് ഒരു വിഭാഗം പ്രവർത്തകർ തടഞ്ഞു. പോളിംഗ് ബൂത്തിന് സമീപം മാധ്യമങ്ങളെ കാണാൻ കഴിയില്ല എന്നാണ് അവർ അക്കാര്യത്തിൽ ഉയർത്തിയ എതിർപ്പ്. അതിനുശേഷം വേറൊരു സ്ഥലത്തേക്ക് മാറി മാധ്യമങ്ങളുമായി സാബു എം ജേക്കബ് സംസാരിക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.